അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വദബൻ കാമില റബ്ബി തമ്മിൻ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫതുഹൽ മുഈൻ അൽഫിയ സബഖിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നമുക്ക് ക്ലാസിന്റെ ബാക്കി ഭാഗം ശ്രദ്ധിക്കാം. ഫതുഹുൽ മുഈനിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നജസ്സുകളെ സംബന്ധിച്ചായിരുന്നു. നജസ് എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു. ഏതൊക്കെയാണ് നജസ്, ഏതൊക്കെ നജസ് അല്ല എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തുകൊണ്ടുവരികയാണ്. അതിൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു സാധനം അതിന്റെ തടി നജസായതാണെങ്കിൽ, അതിന്റെ തടി കൊണ്ട് തന്നെ നജസായ ഒരു സാധനമാണെങ്കിൽ അത് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നാണ്. അപ്പോ രണ്ട് കോലത്തിൽ വരും. ഒന്ന് ഹുക്കുമിയായ നിലക്ക് നജസായത് വരും, ഒന്ന് ആ തടി തന്നെ അവിടെ നജസുണ്ട്. ഇപ്പോ ഒരു സാധനത്തിന്റെ മുകളില് ബൗലോ അല്ലെങ്കിൽ മൂത്രമോ അതല്ലെങ്കിൽ രക്തമോ അല്ലെങ്കിൽ ഛർദിച്ചതോ ഇങ്ങനെയൊക്കെയുള്ള സാധനം അതേപടി നിൽക്കുന്നെങ്കിൽ അത് എങ്ങനെയാണ് കഴുകേണ്ടത്? ഒന്ന്. രണ്ട്, മൂത്രമോ അതല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളോ ആയിട്ടുണ്ട്, പക്ഷെ അത് ഉണങ്ങിപ്പോയി. രണ്ട്. മൂന്ന്, നമ്മുടെ വീടുകളിലൊക്കെയും ഉള്ള, ഇപ്പോ ടൈൽസ് പോലുള്ളൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ കുട്ടിയൊക്കെ മൂത്രിച്ചു, പലപ്പോഴും സംശയം വരാറുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത്? അതിനോട്ട് ഓട്ട ഇട്ടിട്ടുമില്ല, അപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ സംശയം വരാറുണ്ട്. അപ്പൊ ഇവിടെ അതിന് ആ തടിമ തന്നെ നജസ് ഉണ്ടെങ്കിൽ ആ നജസ്സിനെ നീക്കണം. എങ്ങനെ നീക്കണം? കഴുകിയിട്ട് അതിന്റെ രുചി, മണം, നിറം മൂന്നും പോകുന്നത് വരെ നീക്കണം. അങ്ങനെ കഴിവിന്റെ പരമാവധി അതൊക്കെ ചെയ്തു. പക്ഷേ ഏതോ ഒന്ന് ബാക്കിയാവുന്നു. അതായത് അതിന്റെ നിറം കുറച്ച് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതല്ലെങ്കിൽ കുറഞ്ഞ രീതിയിൽ അതിന്റെ മണത്തിന് മാറ്റേണ്ടത് പോകുന്നില്ല. അതും കൂടി കളയാണെങ്കിൽ ആ സാധനം കീറി നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധിയുള്ളതാകും. ഇനി ഉണങ്ങിയതാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കഴുകിയാൽ അത് ശുദ്ധിയാവും. അപ്പോഴും ഈ പറഞ്ഞ വിഷയം ഒന്നും ഉണ്ടായിരുന്നാൽ മതി. ഇത് കണക്ക് തന്നെയാണ് നമ്മുടെ വീട്ടിലും. ഇപ്പോ കുട്ടി മൂത്രിച്ചു, അവിടെയൊക്കെയാണ് ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? അവിടുന്ന് മഫ് എടുത്ത് വലിച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെള്ളമാക്കണ്ട. ആ ആയ സ്ഥലത്തെ മൂടുന്ന രീതിയിൽ, ഗാമിറാക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ ശുദ്ധിയാവും. അത്രേ ഉള്ളൂ. ശറഅ് വല്ലാതെ കീർത്തിച്ചുകൊണ്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അവിടെ കീറി പൊളിച്ച് അവിടെ ഒരു ഓട്ട കുത്തി അടിയിലേക്ക് വെള്ളം വിടണമെന്നോ ഒന്നും, എന്നിട്ട് അതിനെ ടൈലിസാറിനെ വിളിക്കണമെന്നൊന്നുമില്ല. അവിടെ ആ മുകളിലേക്ക് ചെയ്താലും മതി എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഫിഖ്ഹിൽ വിശദീകരിച്ചത്, അങ്ങനെ ഉണങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്, അതിന്റെ മുകളിൽ ഒരു പായ ഇട്ടിട്ട് നമ്മൾ നിസ്കരിക്കുന്നെങ്കിൽ നിസ്കാരം സഹീഹാകുന്നതാണ്. നിസ്കാരം സഹിയാകും. നമ്മൾ അനക്കൊണ്ട് അനങ്ങുന്ന രക്തം ഇതവിടെ ഇല്ലല്ലോ, അതൊക്കെ സഹിയാവും. വസ്ത്രം സ്ഥലം ശുദ്ധിയാകാൻ എന്ന് പറഞ്ഞിടത്ത് ഇത് ഒഴിവാണ് എന്ന് വാജൂരിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നല്ല. അങ്ങനെ ഇപ്പൊ ചിലപ്പോൾ വീട്ടിൽ എപ്പോഴൊക്കെ അസൗകര്യം വരും, പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഉണങ്ങിയ പായുണ്ട്, അയിമുക്ക് ഇതിന്റെ വസ്ത്രമൊന്നും പിടിക്കുന്നില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒന്നും അല്ല ഇത് നിൽക്കുന്നത്, ചെറിയൊരു ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കവിടെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. അപ്പോൾ നിസ്കാരം സഹിയാകും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ വിഷയത്തിലേക്കാണ് നമുക്കിന്ന് കടക്കാനുള്ളത്. അപ്പൊ നോക്കാം ഇൻഷാ അല്ലാഹ്. വയതുഹുറു മുതനജ്ജിസുൻ, നജസായ സാധന ശുദ്ധിയാവും. ബി ഐനിയത്തിൻ, ആ നജസിന്റെ തടി കൊണ്ട് തന്നെ മുതനജ്ജിസായ തടി അവിടെ ഉണ്ട്. എങ്ങനെ ശുദ്ധിയാവും? ബി ഗസ്ലിൻ, കഴുകൽ കൊണ്ട്. എങ്ങനത്തെ കഴുകലാണ്? മുസീലിൻ, ആ കഴുകൽ നീക്കിക്കളയുന്നു. എന്തിനെ? ലിസിഫാത്തിഹ, ആ നജസിന്റെ ഐനിയായിട്ടുള്ള ആ നജസിന്റെ വിശേഷണങ്ങളെ അത് നീക്കിക്കളയുന്നു. അതിന്റെ തടി നീക്കിയതിന് ശേഷം, അർത്ഥം മനസ്സിലാക്കണം, ഈ നജസിന്റെ തടി അവിടുന്ന് അങ്ങോട്ട് നീക്കിയതിന് ശേഷം, അത് കഴുകിയതിന് ശേഷം അത് അതിന്റെ സിഫത്തുകൾ മുഴുവനും അതിന്ന് പോയിട്ടുണ്ട്. ഒന്നുകൂടി മനസ്സിലാക്കാം. മുസീലിൽ സിഫാത്തിഹ, ആ ഐനിയത്തിന് ഉണ്ടാകുന്ന സിഫത്തുകളെ നീക്കി. ഐനിനെ നീക്കിയതിന് ശേഷമാണ് ഇത് മനസ്സിലായത്. ആ തടിയെ അങ്ങോട്ട് നീക്കി, എന്നിട്ട് പിന്നെ ആ ഐനാകുന്ന മൂത്രമോ കാഷ്ടമോ അതല്ലെങ്കിൽ കൈയോ ദമോ ആണെങ്കിൽ അതിനൊരു സിഫത്ത് ഉണ്ടാവും. എന്താണ്? അതിനൊരു മണം, രുചി, നിറം ഉണ്ടാവുമല്ലോ. അതിനെ നീക്കുന്നതായാലും മതി. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ? തടി നീക്കിയതിനു ശേഷം എന്നാണ് പറയണത്. അപ്പൊ അതാണ് സിഫാത്തിഹ, ആ ഐനീയത്തിനുള്ള ആ നജസ്, മുത്തനജസായ ആ ഐനുണ്ടല്ലോ, ആ ഐനിന്റെ വിശേഷണങ്ങളെ നീക്കുന്ന രീതിയിലുള്ള കഴുകൽ എന്നർത്ഥം.
അപ്പൊ ആ സിഫത്തിനെ അത് നീക്കുന്നതായിരിക്കണം. ആ സിഫത്ത് എന്തിനാണ്? മിൻ തോഴമിൻ അതിന്റെ രുചി, വലൗനിൻ അതിന്റെ നിറം, വരിയഹിൻ അതിന്റെ മണം. അപ്പൊ പിന്നെ മനസ്സിലാക്കണം വലായുബക്കാവുലൂനിൻ ഔരിഹിൻ അതിന്റെ നിറമോ അല്ലെങ്കിൽ മണമോ ബാക്കിയാവൽ ബുദ്ധിമുട്ടാവുകയില്ല. എപ്പോ അസുറ സവാലുഹു അത് നീക്കൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്, കഴുകിയിട്ടും ഒന്നും പോകുന്നില്ല, ഒരുപാട് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അത് വലവുമി മുഗല്ലലായ നജസിൽ നിന്നാണെങ്കിലും ശരി, നായ പന്നി പോലത്തതിൽ നിന്നാണെങ്കിലും 7 പ്രാവശ്യം കഴുകണം, അതിൽ പ്രാവശ്യം മണ്ണ് വലിക്കിയ വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കും ഇല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്. അപ്പോഴും ഇത് അങ്ങനെ പോയിട്ടില്ലെങ്കിലും അപ്പോഴും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണം. ഇനി ശ്രദ്ധിക്കുക, ഫൈം ബക്കയാമൻ ഇവ രണ്ടും ഒരുമിച്ച് ശേഷിച്ചു, അതായത് ലൗനും ഉണ്ട് രേഹും ഉണ്ട്, അത് രണ്ടും വെച്ചു എന്നാൽ ലമ്യത്തുഹുർ ശുദ്ധിയാവുകയില്ല. രണ്ടും കൂടി ഉണ്ടെങ്കിൽ ശുദ്ധിയല്ല, ഇതിൽ ഒന്നാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം എന്നതാണ്. ഇനി മുത്തനജിസും ഹുക്കുമിൽ അതെന്തായിട്ടാണ് മുത്തനജിസായിട്ട് കിടക്കാണ്. ഏതുപോലെ നമ്മുടെ കാഴ്ചയിൽ തടിയില്ല, ബൗലിൻ ജഫ ഉണങ്ങിയ മൂത്രം ഉണ്ട് അവിടെ. വലൻ യുദിരിക്ക് ലഹു സിഫത്തുൻ അതിന് ഒരു വിശേഷണം അവിടെ എത്തിച്ചിട്ടുമില്ല. എന്നാൽ എങ്ങനെ അത് ശുദ്ധിയാവും? ജെറിയിൽ അലൈഹി മറത്തൻ ഒരു പ്രാവശ്യം വെള്ളം മേലുണ്ട് ഒഴിച്ചാൽ മതി, വെള്ളം അതിന്റെ മേൽ ഒഴിച്ചാൽ മതി. നമ്മളെ ടൈൽസിലോ മറ്റോ ഒക്കെ അങ്ങനെ മൂത്രിച്ചു കുട്ടിയോ ഉണങ്ങിപ്പോയി ഒന്നും തിരിയുന്നില്ല, അതിന് നമ്മൾ വെള്ളം ഒഴിച്ചാൽ അത് ശുദ്ധിയാകും. അപ്പൊ ശ്രദ്ധിക്കണം, വഇൻകാന ആ മുത്തനജിസ് ആ ഹുക്കുമി നിലക്ക് മുത്തനജിസ് എന്ന് പറഞ്ഞ സാധനം ഹബ്ബൻ ഒരു വിത്തായി, ഒരു വിത്ത്, അല്ലെങ്കിൽ ഔ ലഹ്മൻ മാംസമായി, തുബിഖ അതിനെ വേവിക്കപ്പെട്ടു, ബി നജസ് നജസ് കൊണ്ട് വേവിക്കപ്പെട്ടു, നജസ് കൊണ്ട് അതിനെ വേവിക്കപ്പെട്ടു. നജസ് കൊണ്ട് അതായത് ഇപ്പോ ചാണകമോ മറ്റോ ഒക്കെ കത്തിച്ചിട്ട് അതുകൊണ്ടായിരിക്കാം ഒരു വിത്തോ ലഹമോ മാംസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്നത്. മീൻ ചുട്ടു എന്ന് മനസ്സിലാക്കാം നമ്മളെ നാടൻ ഭാഷയിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും പുഴുങ്ങി ഏതെങ്കിലും ഇതിന്റെ തീ കൊണ്ടാണ് പുഴുങ്ങിയതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും, അല്ലെങ്കിൽ മറ്റൊന്ന് ഔ സൗബൻ അല്ലെങ്കിൽ ഒരു വസ്ത്രം, സുബിക ബി നജസ് നജസ് കൊണ്ടാണ് അതിന്റെ ചായ മൂശിയത്. എന്നാല് ഫയതുഹുറു ബാത്തിനുഹ അതിന്റെ ഉള്ളു ശുദ്ധിയാവും. എങ്ങനെ ശുദ്ധിയാവും? അതിന്റെ ഉള്ളു ശരിയാണ്, ഉള്ളു ശുദ്ധിയുള്ളതാണ്. അത് ആ ഹബ്ബ് തിന്നാം, ആ ലഹമ്പ് തിന്നാം. എങ്ങനെ ബി സൊബിൽ മയലാഹിരിയ അതിന്റെ പുറത്തേക്ക് വെള്ളം ഒഴുകിയാൽ കഴിയാൻ മതി. അതിന്റെ പുറത്തുണ്ടാകുന്ന കുറച്ച് അതിന്റെ പുകയും പടലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങ് കഴുകിക്കളഞ്ഞാൽ അതിന്റെ ഉള്ളു നമുക്ക് വൃത്തിയായി തിന്നാം, ഭക്ഷിക്കാവുന്നതാണ് വർത്തുന്നത്. മനസ്സിലാക്കണ്ടേ? ഏതുപോലെയൊക്കെ സേഫിൻ വാള്, ഇതൊന്നും ഇപ്പൊ ഉള്ളതല്ല, പഴയ കാലത്ത് നടന്നിരുന്ന. സുഖിയ അതിനെ കുടിപ്പിക്കപ്പെട്ടു. വഹുവ മുഹമ്മദ് ബിൻ നജസിൻ അതായത് നജസ് കൊണ്ട് പൂശപ്പെട്ടതാണ്. ആ നജസ് കൊണ്ട് ആ വാളിനെ എന്താക്കിയിട്ടുണ്ട്? പൂശിയിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ആ നജസിൽ മുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ മൂർച്ച കിട്ടലോ അല്ലെ പെട്ടെന്ന് വെട്ടലോ എന്തിനൊക്കെ പറ്റുന്നതായിരിക്കാം. അങ്ങനെ വന്നു. അപ്പൊ അതും ഇതുപോലെ ഇതിന് മുകൾ ഭാഗം ശുദ്ധിയാക്കൽ കൊണ്ട് ശുദ്ധിയാകുമെന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി വൈഷ്തറത്തു ഫി തുഹുറിൽ മഹല്ലി സ്ഥലം ശുദ്ധിയാകുന്നതിന് നിബന്ധനയാണ് ഉറൂദുൽ മാഇൽ ഖലീലി അലൽ മഹല്ലി മുത്തനജ്ജിസി മുത്തനജ്ജിസായ മഹല്ലിന്റെ മേല് ഖലീലായ വെള്ളത്തിനെ എത്തിക്കുക. വെള്ളം അതിന്റെ മേൽ ചൊരിച്ചാൽ മതി എന്നർത്ഥം. ഇനി വേറൊന്ന് അങ്ങനെ ചെയ്താൽ മതി. ഇനി മുത്തനജ്ജിസ് ഖലീലായ വെള്ളത്തിന്റെ മേൽ ഇങ്ങോട്ട് വന്നു, കസീറല്ല, എന്നാൽ നജസാവും, എന്നാൽ അത് നജസാവും. മുത്തനജ്ജിസായ സാധനമാണ്, നജസായിട്ടുണ്ട്, കുട്ടിയുടെ തുണിയാണ്, അതല്ലേ മറ്റെന്തെങ്കിലും ആണ്. ഇവിടെ നമ്മളെ കയ്യിലുള്ളത് ചെറിയൊരു പാട്ടയില് ഒരു തിബില് ഒരു ബക്കറ്റിൽ വെള്ളമാണ്. ആ വെള്ളത്തിലേക്ക് അത് അങ്ങിട്ടാല് അത് നജസാവും. അതേ സമയത്ത് ഈ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചാലോ ഇത് ശുദ്ധിയാവും ചെയ്യും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നജസ വൈലം എത്തുകർ അവിടെ തകയുറുണ്ടോ ഇല്ലോ നോട്ടല്ല, അത് ഇങ്ങോട്ട് കരിയിലാണെങ്കിൽ അത് ശുദ്ധിയാവുകയില്ല. ഫലായത്തുഹുറു കയറുവോ മറ്റൊന്നിനെ അത് ശുദ്ധി കലീലായ വെള്ളം മറ്റൊന്നിനെ ശുദ്ധിയാക്കുകയില്ല. കാരണം അത് തന്നെ സ്വന്തം ശുദ്ധിയാക്കാൻ കഴിവില്ലാത്ത സ്ഥിതിയിലായതുകൊണ്ട്. അപ്പോ ഇവിടെ രണ്ട് വിഷയം. ഒന്ന്, മുത്തനജ്ജിസായ സാധനം ഈ കലീലായ വെള്ളത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോ ശുദ്ധിയാവില്ല എന്ന് പറഞ്ഞു, ഈ വെള്ളം അങ്ങോട്ട് ചെന്നപ്പോ ശുദ്ധിയാവെന്ന് പറഞ്ഞു. അതെന്താണ് കാരണം? അത് മനസ്സിലാക്കാൻ മാത്രമുണ്ടല്ലോ. വഫാറക്കൽ വാരിദു ഗൈറഹു ഈ വാരിദിനെയും മറ്റതിനെയും തമ്മിലുള്ള വിട്ടുപിരിച്ചത് എന്താ കാരണം? കൂവത്തി ആ വാരിദിന് എന്തുണ്ട്? കൂവത്തുണ്ട്. ആ വെള്ളം ഖലീലായ വെള്ളം ഇങ്ങോട്ട് വന്ന് വീഴുമ്പോൾ ആ വെള്ളത്തിന് സ്വന്തമായിട്ടൊരു കഴിവുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? ആ കഴിവ് നഷ്ടപ്പെട്ടു. അത് നജസായത് കൊണ്ട് തന്നെ. അതാണ് ലികൗനിഹി ആമിരൻ ആ വാരിദ് ഇതിനെ കഴുകുന്ന ഒരു പ്രവർത്തകനായി തീർന്നു, ആമിലായി. അങ്ങനെ വന്നുകൊണ്ട് അത് ശുദ്ധിയുള്ളതാണ്.
ഇനി വലവ് തനജസ ഫമുഹു, ഒരു ആളുടെ വായ എന്തായി? നജസായി. ഇന്ന് എന്താ ചെയ്യാം? വായിൽ ദമോ അല്ലെങ്കിൽ പിന്നെ നജസുള്ള എന്തെങ്കിലും വായിലേക്കായി. ഇനി എന്ത് ചെയ്യണം? കഫ അഹദുൽ മായി ബിയദിഹി ഇലഹി, അതിലേക്ക് അവന്റെ കൈ കൊണ്ട് വെള്ളം എടുക്കൽ മതിയാവും. വൈല യുഅലിഹ അലൈഹി, അതായത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വായിലേക്ക് ആക്കിയിട്ട് ഒന്നിങ്ങനെ ഊന്നിട്ട് തുപ്പിക്കളഞ്ഞാൽ മതി. പിന്നെ എന്ത് വേണ്ട? കൈ അതിന്റെ ഉള്ളിക്കിട്ടിട്ട് ഇളക്കി മറിച്ചിട്ട് അണ്ണാക്കിലൊക്കെ തട്ടിച്ച് ചോര പൊട്ടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഫലവ് തനജസ ഫമുഹു, ഫമുഹു എന്നാണ് ലമീർ ഏൽക്കാ പോണത്. ഒരു ഷഖ്സ് എന്നങ്ങനെ സങ്കല്പിച്ചു കൊടുക്കുക. ഒരാളുടെ വായ നജീസായി. എന്നാ പിന്നെ എങ്ങനെ ശുദ്ധിയാക്കൽ? കഫാഖദുൽമായി, വെള്ളത്തെ പിടിക്കൽ മതിയാവും. വെള്ളം ഇങ്ങനെ പിടിച്ചങ്ങനെ പോകും, അതല്ല വെള്ളം ഉപയോഗിക്കാൻ, അതൊക്കെയല്ലേ ശൈലിയല്ലേ? ബിയദിഹി, ആ ഷഖ്സിന്റെ കൈ കൊണ്ട്, ഇലൈഹി, ആ വായലേക്ക്. എന്നാ മനസ്സിലാക്കിയോ? വല്ലൻ യുഅലിഹ, ആ കയ്യിനെ അവന് പിന്നെ ഇളക്കിയിട്ടില്ലേനും ശരി, അല്ലെങ്കിൽ പ്രവേശിച്ചിട്ട് ഇളക്കുക, തൻസീഫ് ചെയ്യുക എന്ന് പറയും. അലൈഹി, ആ ഫമിന്റെ മേൽ, ഫമിന്റെ മേൽ വായന്റെ ഉള്ളിലേക്ക് കൈ കടത്തിയിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ ശരി, ശുദ്ധിയാവും. കമാ ഖാലഹു ശൈഖുന ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അതിന്റെ ബാക്കി പ്രതിപാദിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അക്ബർ.